ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. മീന് കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീന് കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. ഞങ്ങൾ രാവിലെ മൊബൈലെടുത്ത് ഇങ്ങനെ അവധി ദിവസങ്ങളിൽ ഇറങ്ങും. സാധാരണക്കാരായ ഒത്തിരി കഴിവുള്ള മനുഷ്യരെ കാണാറുണ്ട്. നന്നായി പാട്ട് പാടുന്നവർ, സ്വന്തമായി കഥ എഴുതുന്നവർ, കവിത എഴുതുന്നവർ. ഇവരിൽ പലർക്കും ഒരു ആൻഡ്രോയിഡ് ഫോണോ വാട്സപ്പോ യൂട്യൂബോ ഇൻസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ അവരുടെ സുഹൃത്തുക്കളെ അന്വേഷിച്ചിട്ട് അവർക്കാണ് ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശുദ്ധമായ സംഗീതം ഉള്ളിൽ ജീവിക്കുന്ന ഒത്തിരി നല്ല കലാകാരന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഇവരെയൊക്കെ കൊണ്ടു നടക്കാനും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനൊക്കെ സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ചാനലിലൂടെ ഈ പാട്ട്, അനീഷിൻ്റെ പാട്ട് കേൾക്കുന്നവരെ, അനീഷ് നല്ലൊരു കലാകാരനാണ്, അനീഷിന് പാടാൻ ആഗ്രഹമുണ്ട്, അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഒരവസരം കൊടുത്താൽ അത് വയനാടിൻ്റെ ഈ കാടിൻ്റെ ഈ നാടിൻ്റെ മകന് വളരാനൊരവസരമായിരിക്കും. അത് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. മിടുക്കൻ. ഓക്കെ, എൻ്റെ നമ്പർ തരാം. ഇങ്ങനെ പാടുന്ന കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ.